ഇന്ന് ഇപ്പോൾ ഈ ചിങ്ങം 1 ഈ കർഷക ദിനത്തിൽ കൃഷിമന്ത്രി ടി സിദ്ദീഖാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം, ചിങ്ങം നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ കാർഷിക ദിനമായി കൂടി നമ്മൾ അതിനെ ആചരിക്കുന്നുണ്ട്. കർഷക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സ്ഥാപനങ്ങളൊക്കെ ചേർന്ന് വിവിധ പരിപാടികളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. അതെ, ഈ കാർഷിക ദിനമെന്ന് പറയുമ്പോൾ ഓണവുമായി ഒട്ടും മാറ്റി നിർത്താൻ സാധിക്കാത്ത, മലയാളി ഉണ്ണുന്ന ഓരോ സദ്യയ്ക്ക് പിന്നിലും ഓരോ കർഷകൻ്റെ അധ്വാനമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ ഒരു ദിവസം ഏറ്റവും പ്രസക്തനായ ഒരു അതിഥിയെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അമ്പിളി ടി സിദ്ദീഖ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, കൊച്ചിയിൽ നിന്നാണ്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ അഡ്വാൻസായി ഓണാശംസകൾ, ചിങ്ങം ആശംസകളൊക്കെ നേരട്ടെ. ഒപ്പം കർഷക ദിന ആശംസകളും നേരുകയാണ്. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ചിങ്ങം 1 കർഷക ദിന ആശംസകൾ നേരാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, താങ്കൾ ഒരുപാട് തിരക്കുള്ള ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്നത് എന്ന് അറിയാം. ഈ കർഷക ദിനത്തിൽ കർഷക ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇപ്പോൾ കൊച്ചിയിൽ നടക്കാനിരിക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ദിവസം കർഷക ദിനമായി ആചരിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായൊരു സാഹചര്യം കൂടിയാണ്. കാരണം നമ്മളൊരു വലിയ മഴക്കെടുതിയൊക്കെ കഴിഞ്ഞ്, അതിൻ്റെ ആ ദുരിതക്കെടുതിയും കഴിഞ്ഞ് ഒരുപാട് കർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന, കൃഷിനാശം സംഭവിച്ച ഒക്കെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഈ കർഷക ദിനം വരുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് എന്ത് മിനിസ്റ്റർക്ക് ആദ്യം പറയാനുണ്ട്, അവരെ എന്ത് ഈ കർഷക ദിനത്തിൽ ആദ്യമായി ആശ്വസിപ്പിക്കാനുണ്ട് എന്നാണ് അറിയേണ്ടത്. മണ്ണിൽ പണിയെടുക്കുന്നതായ കർഷകൻ, അധ്വാനിക്കുന്ന കർഷകൻ, മണ്ണിൻ്റെ മണവും വിയർപ്പിൻ്റെ ചൂരുമുള്ളതായിരിക്കുന്ന കർഷകൻ, ആ കർഷകനെ ആ മണ്ണിൽ കാർഷിക വൃത്തിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും, കഠിനാധ്വാനങ്ങൾക്കും സർക്കാരിൻ്റെ വലിയ പിന്തുണയും മേൽനോട്ടവും ഉത്തരവാദിത്വവും സർക്കാരിൻ്റെതുണ്ടാവും. ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദുരിതമുണ്ടായ സമയത്ത് വയനാട്ടിലെ കാർഷിക മേഖല ഉൾപ്പെടെ കോട്ടയത്തെ, കുട്ടനാട്ടെ, ആലപ്പുഴയിലെ വിവിധ പ്രദേശങ്ങളൊക്കെ വിവിധ ജില്ലകളിൽ സന്ദർശിക്കുകയുണ്ടായി, തൃശ്ശൂർ ഉൾപ്പെടെ. അവിടങ്ങളിലൊക്കെ സന്ദർശിച്ചതിന് ശേഷം വിവിധങ്ങളായ നടപടികൾക്ക് ഗവൺമെന്റ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, KSDMA, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായി പ്രത്യേകം സംസാരിച്ചു. വകുപ്പ് തല മീറ്റിംഗ് കൂടി. കേരളത്തിലെ RBI പ്രതിനിധി ഉൾപ്പെടെ, നബാർഡിന്റെ പ്രതിനിധി ഉൾപ്പെടെ, ബാങ്കിംഗ് കൺസോർഷ്യം ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ സ്റ്റെപ്പുകളിലൂടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു: കർഷകരെ സംരക്ഷിക്കാനുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമോ ആ നടപടികൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുകയാണ്. ഒന്ന്, ക്രോപ്പ് ലോസ്, വിളകളുടെ നഷ്ടവും; 2, പുനർനടിയിൽ പ്രവർത്തനങ്ങൾ. ഈ 2 കാര്യത്തിന് വേണ്ടി കേരളത്തിലെ കൃഷി വകുപ്പ് ഒരു സ്പെഷ്യൽ ഡ്രൈവിന് നേതൃത്വം കൊടുക്കുന്നു. ഒന്ന്, ആ സ്പെഷ്യൽ ഡ്രൈവിൽ ഉദ്യോഗസ്ഥരില്ലാത്ത സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥർ കൊടുക്കും. ഉദ്യോഗസ്ഥർ നേരിട്ട് ഫീൽഡിലെത്തും. കർഷകർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന പിൻബലം മുഴുവൻ കൊടുക്കാനുള്ള നടപടികളെടുക്കും. രണ്ടാമത്തെ കാര്യം, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വിവിധങ്ങളായിട്ടുള്ള ആക്ടുകൾ ഇതിലേക്ക് ഇൻവോക്ക് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇപ്പോ നമുക്ക് നിരവധിയായ നമ്മുടെ മോട്ടോർ പമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ഷെഡുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ തറകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ഇലക്ട്രിസിറ്റി കണക്ടിവിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങൾ മുഴുവൻ പുനഃക്രമീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചു. 2, ഏതെങ്കിലും പാടശേഖരങ്ങളിൽ, കൃഷി സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തുള്ളതായ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കാൻ, പമ്പ് ചെയ്ത് ഒഴിവാക്കാൻ, ആ പമ്പിന്റെ വാടക, ഇലക്ട്രിസിറ്റി, ഇന്ധനം ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന മുഴുവൻ സാമ്പത്തികവും സർക്കാർ വഹിക്കുന്നതിനുള്ള നടപടികൾക്ക് സർക്കാർ നേതൃത്വം കൊടുക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടനാട് ഉൾപ്പെടെ, തിരുവല്ല ഉൾപ്പെടെ പലയിടങ്ങളിലും ഉണ്ടായത് നിലവിലുള്ളതായിരിക്കുന്ന ബണ്ടുകൾ, ആ ബണ്ടുകൾ തകർന്നു പോയതാണ്. മടവീഴ്ചയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതിൽ സർക്കാർ
ഡ്രെയിനിങ് ഓഫ് ഫ്ലഡ് വാട്ടർ എന്ന് പറയുന്ന KSDMA പ്രത്യേക സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ബണ്ടുകൾ ബലപ്പെടുത്താനും അനുബന്ധ സംവിധാനങ്ങൾക്കുമുള്ള മുഴുവൻ സാമ്പത്തിക സൗകര്യവും അവിടെ ക്രമീകരിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. അങ്ങനെ തുടങ്ങി ക്രോപ്പ് ലോസ് അസസ് ചെയ്യാൻ, 2 പുനർനടിയിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, അതിൽ നടീൽ വസ്തുക്കളും വിത്ത്, വളം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും സർക്കാർ തലത്തിൽ ബാക്ക് ചെയ്യാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ബാങ്കിംഗ് കൺസോർഷ്യത്തിന്റെ മീറ്റിംഗ് വിളിച്ച് ആ മീറ്റിംഗിലെടുത്ത സുപ്രധാനമായ തീരുമാനം KSDMA ആദ്യം തന്നെ ഫ്ലഡായ ഏരിയ, വില്ലേജ്, പഞ്ചായത്തുകൾ ആദ്യം നോട്ടിഫൈ ചെയ്യും. ആ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് RBI ഉൾപ്പെടെ ബാങ്കിംഗ് കൺസോർഷ്യത്തിന്റെ മീറ്റിംഗ് ചേർന്ന് അത്തരം ഏരിയയിൽ കർഷകർ എടുത്തിരിക്കുന്ന ലോണ്, ആ ലോണ് ഏതൊക്കെ തലത്തിൽ റീസ്ട്രക്ചർ ചെയ്യാം, അതിന്റെ തിരിച്ചടവിന്റെ കാലാവധി പുനർനിശ്ചയിക്കൽ, അതിൽ ഉജ്ജീവനി പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് 9% സർക്കാർ വഹിച്ചുകൊണ്ടുള്ള ഒരു ബാക്കിംഗ് ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ ആ കാര്യങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുകയാണ്. സർക്കാർ വെറുതെ ഇരിക്കുകയല്ല. സർക്കാർ ഇത്തരം ഒരു ആപൽഘട്ടത്തിൽ സർക്കാർ പൂർണ്ണമായും കർഷകരുടെ കൂടെ നിലയുറപ്പിച്ച് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനുള്ള എല്ലാ നടപടികൾക്കും ഇവിടെ നേതൃത്വം കൊടുക്കുകയാണ്. മിനിസ്ട്രി പറഞ്ഞ പോലെ മലയാളികൾക്ക് ഈ കൃഷിയും കർഷകരും ഒക്കെ എത്രത്തോളം വലിയ പ്രാധാന്യമാണ് അവരുടെ മനസ്സിൽ എന്നറിയാം. കാരണം അവരുടെ സേവനങ്ങളെയും അധ്വാനങ്ങളെയും ഒക്കെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുകയും അതുപോലെ തന്നെ സ്മരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടനാട്ടിൽ സന്ദർശനം നടത്തി ഈ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും അവരുടെ പ്രതിസന്ധിയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ആവശ്യമാണ് ഈ കർഷകരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. മിനിസ്റ്റർ 3 മാസം കൂടി ആയിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു പ്രവർത്തനം കർഷകർക്ക് വേണ്ടി ഏത് രീതിയിലായിരിക്കും കാർഷിക വകുപ്പിന്റെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവുക? ഒന്ന്, ഞങ്ങൾ വരുന്ന മാസം 10, 11 തീയതികളിൽ ഞങ്ങൾ ഒരു ആഭ്യന്തര നവീകരണത്തിലേക്കുള്ള ഒരു ഇന്റേണൽ പ്രോസസ്സിലേക്കുള്ള ഒരു സമ്മിറ്റിലേക്ക് ഡിപ്പാർട്ട്മെന്റ് പോവുകയാണ്. എവിടെയൊക്കെയാണ് ഞങ്ങളുടെ വീക്ക്നെസ്, എവിടെയൊക്കെയാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്, എവിടെയൊക്കെയാണ് ഗ്യാപ്പ്, അത് ഫില്ല് ചെയ്യാനുള്ള ഒരു ആഭ്യന്തര മെക്കാനിസത്തിലേക്ക് ആവശ്യമുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നടീൽ വസ്തുക്കൾ, ജൈവ പരിരക്ഷ, ക്ലിനിക് അടക്കം സംവിധാനം ചെയ്ത് ജൈവ കീടങ്ങളിൽ നിന്ന് നമ്മുടെ കാർഷിക മേഖലയിലുള്ളതായ നമ്മുടെ നടീൽ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉയർന്നു വരുമ്പോൾ, വളർന്നു വരുമ്പോൾ അതിനെതിരായിട്ടുള്ള ഫംഗസ് ബാധ, ബാക്ടീരിയ ബാധ, അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മണ്ണ് പരിശോധന, അതിന്റെ ന്യൂട്രിയന്റിന്റെ അഭാവം, അത് റീകൂപ്പ് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങി അതിന്റെ വിളവെടുപ്പും കോൾഡ് സ്റ്റോറേജും പാക്കിംഗ്, മാർക്കറ്റിംഗ്, വിപണന സംവിധാനം, കയറ്റുമതി ചെയ്യാൻ പറ്റുന്നത് കയറ്റുമതി ചെയ്യൽ തുടങ്ങി വിപുലമായ ഒരു സംവിധാനത്തിലേക്ക് കേരളത്തിലെ കാർഷിക വകുപ്പ് കടന്നുപോവുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള ആഭ്യന്തര മെക്കാനിസം രൂപീകരിക്കാനുള്ള ദ്വിദിന ഇന്റേണൽ സമ്മിറ്റിലേക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കടന്നുപോകും. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ സക്രിയവും ക്രിയാത്മകവുമായ നടപടികൾക്ക് സർക്കാർ സമൂലമായി നേതൃത്വം കൊടുക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീക്ക്നെസ്സുകളെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായി ബോധ്യമുണ്ട്. അത് ഞങ്ങൾ കവർ ചെയ്യാനുള്ള നടപടിയെടുക്കുകയാണ്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലഘട്ടമാണ്. നമുക്കിപ്പോൾ തിരുവാതിര ഞാറ്റുവേല കടന്നു. ആ തിരുവാതിര ഞാറ്റുവേലയിൽ നമുക്ക് ഒരു തുള്ളി മഴയില്ലായിരുന്നു. 10 to 45% മഴയുടെ കുറവായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പെട്ടെന്നുള്ള അതിശീഘ്രമായ മഴ, അതിശക്തമായിട്ടുള്ള ഡ്രൗട്ട്, വരൾച്ച, പെട്ടെന്നുള്ളതായിരിക്കുന്ന മഴയും വെള്ളപ്പൊക്കവും, ഇതെല്ലാമായി നമ്മുടെ കാലാവസ്ഥയുടെ ഒരു ചെയിൻ ആകെ മാറിപ്പോയിരുന്നു. അപ്പോൾ കാലാവസ്ഥ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാർഷിക സമ്പ്രദായമാണ് നമ്മൾ മലയാളികളായിട്ടുള്ള കർഷകർ മുഴുവൻ ആവിഷ്കരിച്ചിരുന്നത്. ഇന്ന് അതിൽ നിന്ന് മാറി കാലാവസ്ഥയുടെ വ്യതിയാനവും ക്ലൈമറ്റിക് ചേഞ്ചും വേരിയേഷൻസും നമ്മുടെ കാർഷിക മേഖലയെ വളരെ ഗുരുതരമായി ബാധിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് വേൾഡ് ബാങ്കിന്റെ ബേസ് ബാക്ക് ചെയ്തിട്ടുള്ള കേര പ്രോജക്റ്റും അതുപോലെ അനുബന്ധ സംവിധാനങ്ങളും മുഴുവൻ ക്ലൈമറ്റിക് റെസീലിയന്റായ കാലാവസ്ഥാ പ്രതിരോധ കാർഷിക രീതി ഡെവലപ്പ് ചെയ്യാൻ ഉള്ളതായ നടപടികൾക്ക് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം കൊടുക്കുന്നു. മറ്റൊന്ന്, കർഷകന് എവിടെയാണ് അവന്റെ, ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു പ്രയാസമുണ്ട്. ഇപ്പോ തരം മാറ്റൽ, ക്ലറിക്കൽ വർക്ക്, റിപ്പോർട്ടിനുള്ള മറുപടി കൊടുക്കൽ,
ഇത്തരം കാര്യങ്ങളുമായി ഏറിയ പങ്ക് സമയവും എന്റെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ നല്ല ശേഷിയും കഴിവുമുള്ള ആളുകളാണ്. അവരുടെ സമയത്തിന്റെ ഏറിയ പങ്കും ചെലവഴിക്കപ്പെടുന്നത് ഇത്തരം കാര്യങ്ങൾക്കാണ്. അപ്പോ അവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സമീപനത്തിലെ കാതലായ മാറ്റം വരണം. യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് ഉദ്യോഗസ്ഥ സമൂഹം വഴിമാറിപ്പോകുന്നോ എന്നുള്ള സംശയം പൊതുവെ കർഷകർക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൂടെ ഞങ്ങൾ എടുക്കുകയാണ്. പരിപൂർണമായി കർഷകന്റെ കൂടെ അവന്റെ മണ്ണിന്റെ കൂടെ അവരുടെ പ്രവർത്തനത്തിന്റെ കൂടെ ഡിപ്പാർട്ട്മെന്റ് നിലയുറപ്പിക്കണം. അത് നിലയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു വഴി ഞങ്ങൾ ആവിഷ്കരിക്കുകയാണ്. പൂർണ്ണമായും ഇപ്പോ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ വിളകൾക്കുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതി കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ എവിടെയാണ് ഗ്യാപ്പ് പൂർണ്ണതോതിൽ എത്തിക്കാനുള്ള നടപടി. ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്തു. വിളനാശം വന്നു കഴിഞ്ഞാൽ ആ വിളനാശത്തിന് 25% കൂടുതൽ കൊടുക്കാനുള്ള തീരുമാനം ക്യാബിനറ്റിൽ തീരുമാനമെടുത്തു. മുഖ്യമന്ത്രി ഒരുപാട് നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ആയാലും കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ആയാലും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് കർഷകരുടെ ഒരു പൊതുവായ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ഉന്നമനത്തിന്. പക്ഷേ ഈ കാലാവസ്ഥ വ്യതിയാനം പോലെ ഒന്ന് മാറ്റി നിർത്തിയാൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊന്നുണ്ട്. നമ്മൾ കാർഷിക കേരളം എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കാർഷിക വിളകളുടെ തോത് അല്ലെങ്കിൽ പണ്ടുകാലത്തെ അപേക്ഷിച്ച് അത് എത്രത്തോളം മാറുന്നു എന്നത് പ്രധാന ചോദ്യമാണ്. അതായത് ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഏറ്റവും പ്രധാനമായി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ യുവതലമുറ ഒരുപക്ഷെ പഠനം അല്ലെങ്കിൽ ജോലിയൊക്കെ തേടി അന്യരാജ്യങ്ങളിലേക്ക് പറക്കുന്ന നമ്മുടെ യുവതലമുറയെ നമ്മുടെ കൃഷിയിലേക്ക്, കാർഷിക രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ, അവരെ എത്തിക്കാൻ എന്തെങ്കിലും നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണ്ടേ? ഈ കർഷക ദിനത്തിൽ അമൃത ടിവിയിലൂടെ പ്രേക്ഷകരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഇതിനുള്ള മറുപടിയാണ്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് ഇടയ്ക്ക് വെച്ച് നമ്മുടെ ബർത്ത് റേറ്റ് കുറഞ്ഞു, നമ്മുടെ മരണനിരക്ക് കുറഞ്ഞു, നമ്മുടെ ആയുർദൈർഘ്യം കൂടി, നമ്മുടെ ഹൈ മൈഗ്രേഷനാണ്. വലിയ രീതിയിലുള്ള കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. കർഷകന്റെ ഭൂമിയിൽ കർഷകന്റെ മക്കളോ അതല്ലെങ്കിൽ പുതിയ യുവ കർഷകരോ പരിമിതമായി മാത്രമേ ഉള്ളൂ, വളരെ കുറവാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ചെറുപ്പത്തെ, വിദ്യാർത്ഥികളെ, യുവത്വത്തെ ഈ മേഖലയിലേക്ക് റീകണക്ട് ചെയ്ത് ആവിഷ്കരിച്ച് നിർത്താൻ വിപുലമായ ആലോചന നടന്നു. ആ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് കതിർ കാർഷിക ക്ലബ്ബുകൾ സ്കൂളുകളിൽ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത്. എല്ലാ സ്കൂളുകളിലും കതിർ കാർഷിക ക്ലബ്ബുകൾ, അതിന് നോഡൽ ടീച്ചർ ഉണ്ടാകും, അതിന് ബാക്കപ്പ് കമ്മിറ്റി ഉണ്ടാകും, അവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും, കുട്ടികൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും, കതിർ മാർക്കറ്റുകൾ ഉണ്ടാകും, ആ കുട്ടികളുടെ വീടുകളിൽ കൃഷി ചെയ്യുന്ന നടപടികൾ ഉണ്ടാകും. ഈ വർഷം 500 സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കുക. ഞാനും വിദ്യാഭ്യാസ മന്ത്രിയും 4 തവണ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നു, ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ഞാൻ വിപുലമായ ഒരു സയന്റിസ്റ്റുകൾ, റിസർച്ച് ഫെലോസ്, അധ്യാപകർ തുടങ്ങിയ എല്ലാവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ പദ്ധതി ഒക്ടോബർ മാസം 16-ാം തീയതി ടെൻഡേറ്റീവായി ലോക ഭക്ഷ്യദിനത്തിൽ 500 സ്കൂളുകളുടെ ഇതിന്റെ കതിർ കാർഷിക ക്ലബിന്റെ പ്രവർത്തനത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയുന്നു, കുട്ടികൾ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് വെയിറ്റേജ് മാർക്ക് കൊടുക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറും. അതിലേക്കുള്ള പ്രഖ്യാപനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ഒന്നിച്ചുള്ള ഒരു പ്രയാണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൽ ഒരു കാര്യം കൂടെ പറയുന്നു, വീടുകളിലുള്ള കൃഷിയും കൂടെ ഈ അസസ്മെന്റിന്റെ ഭാഗമായി മാറ്റുകയാണ്. ഇതിനൊരു നമ്മുടെ ഒരു അംബാസഡറായി ഏറ്റവും പ്രമുഖനായ ഒരാൾ ഇതിന്റെ അംബാസഡറായി കടന്നു വരും. കേരളത്തിലെ വിദ്യാർത്ഥികളെ മുഴുവൻ കാർഷിക വൃത്തിയിലേക്ക് കണക്ട് ചെയ്യും. അടുത്ത വർഷം മുഴുവൻ സ്കൂളുകളിലും തുടങ്ങും. ഒരു സ്കൂളിന് 10,000 രൂപ കൊടുക്കാനുള്ള നടപടി, ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കാനുള്ള നടപടി. കതിർ സഞ്ചാരമുണ്ട്, സർക്കാർ തലത്തിൽ സ്വീകരിച്ചു. കതിർ സഞ്ചാരം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമികളിലൂടെ, കാർഷിക സ്ഥാപനങ്ങളിലൂടെ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്സ് അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന മേഖലകളിലൂടെ, ഫാമുകളിലൂടെ കുട്ടികളുടെ യാത്രയാണ്. അതുൾപ്പെടെ ഇവർക്കുള്ള കാർഷിക സർവകലാശാല ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീമിന്റെ ബാക്കിംഗ് ട്രെയിനിങ് ഇവർക്ക് ലഭ്യമാകുന്നു. ഒരു ഫീഡിംഗ് മണി ഇവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ചെറുപ്പത്തെ ഇതിലേക്ക് ഉറപ്പിച്ചു നിർത്താനുള്ള നടപടി. അതിന്റെ കൂടെ തന്നെ അടുത്ത വർഷം മുഴുവൻ സ്കൂളുകൾ, അതോടൊപ്പം തന്നെ ഞങ്ങൾ കോളേജുകളിലേക്ക് ആരംഭിക്കും.
കോളേജുകളുടെ കൂടെ തന്നെ നമ്മൾ റെസിഡൻസുകളിലേക്ക് കടന്നു പോകും. മട്ടുപ്പാവിലെ കൃഷി ഉൾപ്പെടെയുള്ള സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഞാനൊരു അലാമിംഗ് കണക്ക് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കേരളത്തിൽ 1258 പച്ചക്കറികളുടെ പരിശോധന നടന്നപ്പോൾ അതിൽ 62 എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള പെസ്റ്റിസൈഡ്സും വിഷാംശവും അതിൽ കണ്ടെത്തുകയുണ്ടായി. നമ്മൾ ആരോഗ്യപരമായി വലിയ പ്രയാസത്തിലാണ്. നമ്മുടെ ചെറുപ്പം ആരോഗ്യപരമായ പ്രയാസത്തിലാണ്. ആശുപത്രിയിൽ ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. യഥാർത്ഥ കാരണം കീടനാശിനി പ്രയോഗവും വിഷാംശവുമാണ്. തീർച്ചയായും ഈ ഒരു കർഷക ദിനത്തിൽ മിനിസ്റ്റർ അങ്ങേയറ്റം നിർണായകമായ ഒരു പടിയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത് വളരെയധികം അത്യാവശ്യം തന്നെയാണ്. വളരെയധികം നന്ദി മിനിസ്റ്റർ. ഇന്ന് ഈ ഒരു ചിങ്ങപ്പുലരിയിൽ ഈ കാർഷിക ദിനത്തിൽ എന്താണ് സർക്കാരിൻ്റെ നയമെന്ന് കൃത്യമായി ഞങ്ങളുടെ പ്രേക്ഷകരുടെയൊക്കെ ഈ വിവരങ്ങൾ പങ്കുവച്ചതിന് ഒരിക്കൽ കൂടി താങ്കൾക്ക് ഓണാശംസകൾ, ചിങ്ങാശംസകൾ, കാർഷിക ദിനാശംസകൾ നേരുകയാണ്. എല്ലാ അമൃത TV പ്രേക്ഷകർക്കും മനോഹരമായിട്ടുള്ള ചിങ്ങമൊന്ന് കർഷക ദിന ആശംസകളും മനോഹരമായിട്ടുള്ള മലയാളികളുടെ ഓണാശംസകളും നേരുക.